Good morning. Today we will be covering Module 2 of IoT. ഈ മോഡ്യൂളിൽ മെയിനായിട്ട് 5 ടോപ്പിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, സ്മാർട്ട് ഒബ്ജക്റ്റ്, സെൻസർ നെറ്റ്വർക്ക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഇതിലെ ആദ്യത്തെ 4 ടോപ്പിക്സ് വിൽ ബി കവറിങ് ഇൻ ദിസ് മോഡ്യൂൾ ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ വിൽ ബി കവറിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. So first thing is sensors. Okay, so what are sensors? Sensors എന്ന് വെച്ച് കഴിഞ്ഞാൽ they are devices, okay, they are devices that measure a physical quantity and convert it to a digital representation. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തിട്ട് സേ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിനെ ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ ബി ബൈനറി, മോസ്റ്റ് പ്രോബബ്ലി ബൈനറി. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനെ നമ്മളൊരു ഡിവൈസിലേക്ക്, മറ്റൊരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ വിൽ ബി കൺവേർട്ടഡ് ടു സം യൂസ്ഫുൾ ഡേറ്റ. സോ ഫോർ എക്സാമ്പിൾ ഇസ് എ ടെമ്പറേച്ചർ സെൻസർ. ടെമ്പറേച്ചർ സെൻസർ എന്തുവാ ചെയ്യുന്നത്? ആ ടെമ്പറേച്ചർ സെൻസർ റീഡ്സ് ആൻഡ് ഡേറ്റ. അപ്പം ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്യുന്നു, അതിനെ ഒരു ബൈനറി ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, so our binary then will be converted to an actual temperature, say 11.2 degrees Celsius. So ഇതാണ് ഒരു ടെമ്പറേച്ചർ സെൻസർ ചെയ്യുന്നത്. സോ ഇറ്റ് ബേസിക്കലി സെൻസസ് തിങ്സ്, ഇറ്റ് ബേസിക്കലി മെഷേഴ്സ് തിങ്സ്. സോ സെൻസേഴ്സിനെ നമ്മളുടെ സെൻസ് ഓർഗൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ സെൻസ് ഓർഗൻസ് ലൈക്ക് കണ്ണ്, മൂക്ക്, നാക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന ഓർഗൻസ് ചെയ്യുന്ന പ്രവൃത്തി പോലെയാണ് സെൻസേഴ്സ് ചെയ്യുന്നത്. പക്ഷേ അൺലൈക്ക് സെൻസ് ഓർഗൻസ്, ദേ ഹാവ് സം പ്രോപ്പർട്ടീസ്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ദേ ഹാവ് വൈഡ് സ്പെക്ട്രം ഓഫ് മെഷർമെൻറ്റ്, വൈഡ് സ്പെക്ട്രം ഓഫ് മെഷർമെൻറ്റ്സ്. അതായത് പലപ്പോഴും ഒരു ഹ്യൂമൻ സെൻസ് ഓർഗന് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ പറ്റാത്ത മെഷർമെൻറ്റ്സിനെ ഒരു സെൻസറിന് മെഷർ ചെയ്യാൻ പറ്റും. ദേ ഹാവ് ഹൈ പ്രിസിഷൻ. ഇപ്പോൾ നമുക്ക് ചൂട് എന്ന് പറയുന്നൊരു സാധനം അറിയാം. ചൂട് എത്ര, ഒരു ഇതിൻ്റെ ഒരു വാംത്ത് അത് നമുക്ക് എത്രയാണ് എന്ന് അറിയാൻ പറ്റും. പക്ഷേ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത്രയേറെ പ്രിസിഷൻ കൊണ്ട് സെൻസേഴ്സിനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ ബി എംബെഡഡ് ടു എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. So these sensors are actually the building block of these smart objects. ഓക്കെ, ഈ സെൻസേഴ്സിനെ നമുക്കൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിലോട്ട് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ കണക്ട് ദാറ്റ് ടു ഇൻ്റർനെറ്റ്. ഓക്കെ, വി ക്യാൻ കണക്ട് ദാറ്റ് ടു ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഒരു വയേർഡ് ഓർ വയർലെസ് നെറ്റ്വർക്കിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. സോ വാട്ട് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ സെൻസർ? ഇറ്റ് ഹാസ് എ വൈഡ് സ്പെക്ട്രം ഓഫ് മെഷർമെൻറ്റ്, ഇറ്റ് ഹാസ് ഹൈ പ്രിസിഷൻ, it can be embedded to a physical object, then it can be connected to internet or a wired or wireless network. Okay, now സെൻസേഴ്സിനെ നമുക്ക് ഒരു 7 തരത്തിൽ അല്ലെങ്കിൽ 8 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 8 രീതിയിൽ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ആക്റ്റീവ് ഓർ പാസീവ് സെൻസസ്. ആക്റ്റീവ് ഓർ പാസീവ് സെൻസസ് അതായത് അവരൊരു എനർജി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ രീതിയിൽ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ്, എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നമുക്ക് ആക്റ്റീവ് എന്നും പാസീവ് സെൻസേഴ്സ് എന്നും വിളിക്കാം. ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം എങ്കിൽ നമ്മളതിനെ ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് വിളിക്കും. വേണ്ട എങ്കിൽ നമ്മളതിനെ പാസീവ് സെൻസേഴ്സ് എന്ന് വിളിക്കും. Second one is invasive or non-invasive. Invasive എന്ന് വെച്ച് കഴിഞ്ഞാൽ whether that sensor is a part of environment. അതായത് ഒരു എൻവയോൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട് നിലനിൽക്കുന്ന ഒരു സെൻസർ ആണെങ്കിൽ we'll call it as an invasive sensor. It is a part of environment.
അതേസമയം ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമല്ലാതെ മാറി നിന്ന് സെൻസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഒരു സെൻസർ ആണെങ്കിൽ, വി കോൾ ഇറ്റ് ആസ് എ നോൺ ഇൻവേസീവ് സെൻസസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഫാമിങ്ങിൽ ഒരു സോയിലിൻ്റെ pH കണക്കാക്കാനായിട്ട് ഇപ്പം നമ്മൾ സോയിലിലൊരു സെൻസറിനെ എംബഡ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എൻ ഇൻവേസീവ് സെൻസർ. പക്ഷേ മറ്റേതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ അല്ലാതെ ഒരു നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് വെച്ചിട്ട് ടച്ച് ചെയ്തിട്ടാണ് ഒരു ഇതെടുക്കുന്നതെങ്കിൽ നമ്മളതിനെ പറയും നോൺ ഇൻവേസീവ് സെൻസർ. കാരണം അതൊരു എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാകുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് കോൺടാക്റ്റ് ഓർ നോൺ കോൺടാക്റ്റ്. കോൺടാക്റ്റ്, അത് പേര് ഇന്നു തന്നെ നമുക്ക് അറിയാം. കോൺടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിനെയാണോ മെഷർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റുമായിട്ടൊരു കോൺടാക്റ്റ് വേണം, എങ്കിലേ മെഷർ ചെയ്യുള്ളെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ കോൺടാക്റ്റ് സെൻസർ. എൽസ് വി വിൽ കോൾ ഇറ്റ് ആസ് എ നോൺ കോൺടാക്റ്റ് സെൻസർ. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയാവുന്നത് നമ്മുടെ തെർമോമീറ്ററാണ്. സോ യു ഹാവ് ടു കൈൻഡ് ഓഫ് തെർമോമീറ്റേഴ്സ്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ തൊട്ടിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു തെർമോമീറ്റർ. വി ക്യാൻ കൺസിഡർ അനദർ വൺ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ടെമ്പറേച്ചർ ഗൺ എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ശരീരത്തിൽ തൊടേണ്ട കാര്യമില്ല. സോ വി കോൾ ഇറ്റ് ആസ് എ നോ കോൺടാക്റ്റ് സെൻസർ. നെക്സ്റ്റ് വൺ ഇസ് ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. ആബ്സല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് വിൽ ബി ആബ്സല്യൂട്ട്. അതായത് അതിൻ്റെ ട്രൂ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ്. അതേസമയം റിലേറ്റീവ് സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും, റിലേറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ ആബ്സല്യൂട്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇഫ് അതിൻ്റെ മെഷർമെൻറ്റ് 11 ഡിഗ്രി സെൽഷ്യസ് എന്നാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എൻ ആബ്സല്യൂട്ട്. അതേസമയം ഒരു ആവറേജ് ഒരു വാല്യൂ എടുത്തിട്ട് എബോവ് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ്, അതല്ലെങ്കിൽ ഹോട്ട്, കോൾഡ്, ഇങ്ങനെയുള്ള രീതിയിലാണ് അത് മെഷർ ചെയ്യുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ റിലേറ്റീവ് സെൻസർ. So that is what we call it about sensors. അപ്പം ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആബ്സല്യൂട്ട് വാല്യൂ ആണെങ്കിൽ യു കോൾ ഇറ്റ് ആസ് എൻ ആബ്സല്യൂട്ട് സെൻസർ ഓർ എൽസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് സെൻസർ. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിന് വെച്ചിട്ടാണ് വി കോൾ ഇറ്റ് ആസ് എ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ്റെ ബേസിസിൽ നമുക്ക് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണോ, അതോ ഹോം ഓട്ടോമേഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഫാക്ടറിയിലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ ബേസ്ഡ് ഓൺ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ വി ക്യാൻ ക്ലാസിഫൈ സെൻസേഴ്സ്. നൗ നെക്സ്റ്റ് വൺ ഈസ് ഹൗ സെൻസേഴ്സ് മെഷർ. അതായത് എങ്ങനെയാണ് സെൻസേഴ്സ് മെഷർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് തെർമോ ഇലക്ട്രിക്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻസേഴ്സ്. ഈ രീതിയിലൊക്കെ നമുക്ക് ഹൗ ദേ സെൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Next one is what sensors measure. എന്താണ് സെൻസറുകൾ മെഷർ ചെയ്യുന്നത്? അതായത് ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊസിഷൻ സെൻസേഴ്സ് ഉണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒക്യുപ്പൻസി ആൻഡ് മെഷർ ആൻഡ് മോഷൻ സെൻസർ. ഒക്യുപ്പൻസി സെൻസർ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ലൈക്ക് ഒക്യുപ്പൻസി സെൻസറും മോഷൻ സെൻസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് വെച്ചാണ്. അതായത് ഇപ്പോൾ ഒക്യുപ്പൻസി സെൻസർ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒരു സ്ഥലം ഒക്യുപ്പൈഡ് ആണ്, അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ മെഷർ ഇറ്റ്. അതേസമയം മോഷൻ സെൻസർ സെൻസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു മോഷൻ ഉണ്ടെങ്കിൽ മാത്രം ആയിരിക്കും. സോ ഒക്യുപ്പൻസി സെൻസേഴ്സ് ആൻഡ് മോഷൻ സെൻസേഴ്സ് വി യൂസ് ഇൻ നമ്മൾ റൂമിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു റൂമിലേക്ക് ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ആളുള്ളപ്പോൾ മാത്രം നമ്മൾ ലൈറ്റ് ഓൺ ആക്കുക, അല്ലെങ്കിൽ AC ഓൺ ആക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് വെലോസിറ്റി ഓർ ആക്സിലറേഷൻ സെൻസർ. ദെൻ വി ഹാവ് പ്രഷർ സെൻസേഴ്സ്, വി ഹാവ് ബയോസെൻസേഴ്സ്. ബയോസെൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ളതാണ്. എക്സാമ്പിൾ പൾസ് ഓക്സിമീറ്റർ, അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെയായിട്ട് പറയാൻ പറ്റും. സോ
the sensors can be classified into 1, 2, 3, 4, 5, 6, 7 categories, like active and passive sensors, invasive and non-invasive sensors, contact or non-contact sensors, absolute or relative sensors, based on area of application, how they sensor, and what sensors measure. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് 7 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെൻസേഴ്സ് പല ഷേപ്പിലും പല സൈസിലും വരുന്നുണ്ട്. അത് പലതരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസിനെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റും. മെയിനായിട്ട് ഒരുപാട് ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് അഗ്രികൾച്ചർ ഓർ ഫാക്ടറീസ് ഓർ സ്മാർട്ട് ഹോംസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം അഗ്രികൾച്ചറിൽ വരുവാണെങ്കിൽ നമുക്ക് സോയിൽ pH കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്മാർട്ട് ഹോംസിലാണെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പല ഈ പറയുന്ന ലൈറ്റ് ഓൺ ആവുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങൾ ഫാക്ടറീസിൽ ഉപയോഗിക്കാം. സോ ഓൾ ദീസ് റിക്വയർ ഹൺഡ്രഡ്സ് ഓഫ് സെൻസേഴ്സ്. 100 കണക്കിന് സെൻസേഴ്സ് വെച്ചിട്ടായിരിക്കും ഈ പലയിടത്തും നമ്മൾ ഈ സെൻസേഴ്സിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ IoT ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. So next one we are going to study is actuators. ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് സെൻസേഴ്സിൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് സെൻസേഴ്സ് എന്തുവാണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ വിപരീതം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ ആയിരിക്കും നമ്മളുടെ ആക്ച്വേറ്റേഴ്സ് ചെയ്യുന്നത്. സെൻസേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ മെഷർമെൻറ്റിനെ മെഷർ ചെയ്തിട്ട് അതിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇഫ് ഐ ഡ്രോ ലൈക്ക് ദിസ്, okay, so if this is the real world, okay, so what sensors do is that sensors convert. So if this is sensors, this is a sensor, so it sends and it measure it to a digital representation. നേരെ മറിച്ച് ആക്ച്വേറ്റേഴ്സ് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് ചെയ്യുന്നത്. സോ ആക്ച്വേറ്റേഴ്സ്, സോ ദിസ് ഈസ് ആൻ ആക്ച്വേറ്റർ. വാട്ട് ആക്ച്വേറ്റർ ഡസ് ഇസ് ദാറ്റ് ആക്ച്വേറ്റർ എന്ത് ചെയ്യും? ഇറ്റ് ആക്ട് ആൻഡ് ഇറ്റ് കൺവേർട്ട് ടു എ യൂസ്ഫുൾ വർക്ക്. അതായത് നമ്മൾ ഒരു സെൻസർ ഉപയോഗിച്ച് ഒരു ഫിസിക്കൽ വേൾഡിനെ അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റിലെ ഫിസിക്കൽ മെഷറിനെ നമ്മളൊരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുമ്പോൾ ആക്ച്വേറ്റേഴ്സ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിസീവ്സ് സം കൈൻഡ് ഓഫ് കൺട്രോൾ സിഗ്നൽ. ഒരു കൺട്രോൾ സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് അതിനെ ഒരു ഫിസിക്കൽ എഫക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. Convert to a physical effect like a motion or you can say ഒരു ഫോഴ്സ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എഫക്റ്റ് അതിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ആൻ ആക്ച്വേറ്റർ ഡസ്. ഓക്കെ, അപ്പം ഈ IoT സെൻസേഴ്സിൻ്റെ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻസർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എ സെൻസർ സെൻസ് ആൻഡ് മെഷേഴ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദിസ് വിൽ ബി സെൻഡ് ടു എ പ്രോസസ്സർ. ഇതിനെ നമ്മളൊരു പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ്സർ ഇൻ ടേൺ സെൻസ് എ കൺട്രോൾ സിഗ്നൽ ടു ആൻ ആക്ച്വേറ്റർ. ആൻഡ് ആക്ച്വേറ്റർ എന്ത് ചെയ്യും? ഇതിനെ ഒരു ഫിസിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്, ദീസ് ഈസ് ദ ബേസിക്സ് ഫോർ റോബോട്ടിക്സ് ആൻഡ് ബയോമെട്രിക്സ്. റോബോട്ടിക്സിലും ബയോമെട്രിക്സിലും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സെൻസേഴ്സിൻ്റെയും ആക്ച്വേറ്റേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. സോ ദാറ്റ് ഈസ് വാട്ട് എ സെൻസർ ആൻഡ് ആൻ ആക്ച്വേറ്റർ ഡസ്. ഓക്കെ, സെൻസേഴ്സ് ആൻഡ് ഈ ആക്ച്വേറ്റേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സെൻസേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ, പക്ഷേ ഓൺ എ ഡിഫറെൻറ്റ് കാറ്റഗറി. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് മോഷൻ. അതായത് ഈ ആക്ച്വേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഷൻ്റെ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലീനിയർ ആൻഡ് റൊട്ടേറ്ററി. ലീനിയർ എന്ന് വെച്ചാൽ എന്തുമായിരിക്കും? നേരെയുള്ള ആക്ഷൻ. റൊട്ടേറ്ററി എന്ന് വെച്ചാൽ എന്തുവാ? കറങ്ങുന്ന ആക്ഷൻ. ആൻഡ് ദിസ് റൊട്ടേറ്ററി ക്യാൻ അഗെയിൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 1 dimension, 2 dimension and 3 axis. 1 axis, 2 axis and 3 axis. 1 axis എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. 2 axis എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും കറങ്ങും. 3 ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഒന്നുകൂടെ കറങ്ങും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ആക്സിസ് ആസ് വെൽ. ഓക്കെ, 1, 2 ആൻഡ് 3 ആക്സിസ്. അടുത്തതെന്ന് പറയുന്നത് പവറാണ്, ബേസ്ഡ് ഓൺ പവർ. സോ ആക്ച്വേറ്റേഴ്സിന് സെൻസേഴ്സിൻ്റെ കൂട്ട് പവർ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. ആക്ച്വേറ്റേഴ്സിന് എപ്പോഴും പവർ വേണം. സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൈ, ലോ ഓർ മൈക്രോ പവർ. ഹൈ, ലോ ആൻഡ് മൈക്രോ പവർ. ഹൈ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഹൈ പവർ. ഓക്കെ, ഒരുപാട് പവർ വേണം. ലോ ഓർ മൈക്രോ, അതായത് വളരെ ചെറിയ പവറിലും വർക്ക് ചെയ്യുന്ന ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബൈനറി ഓർ കണ്ടിന്യൂസ്. അതായത് എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ, ഹൗ മെനി സ്റ്റേബിൾ സ്റ്റേറ്റ് ഔട്ട്പുട്ട്സ് അതെ. സോ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു ആക്ച്വേറ്റർ ആണ് എന്ന് വിചാരിക്കും. ഇവിടെ ഒരു നോഡ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ഇതിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റേ ഉള്ളെങ്കിൽ ഒന്നുകിൽ ഈ നോഡ് ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഈ നോഡ് ഇവിടെ ഇരിക്കും. സോ വി കോൾ ഇറ്റ് ആസ് എ ബൈനറി ആക്ച്വേറ്റർ. അതായത് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഇതൊരു സ്റ്റേബിൾ സ്റ്റേറ്റ്, ഇതൊരു സ്റ്റേബിൾ സ്റ്റേറ്റ്. പക്ഷേ അതേസമയം ഇപ്പോൾ ഒരു ആക്ച്വേറ്ററിന് മൾട്ടിപ്പിൾ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ്, ഇതെല്ലാം സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് ആക്ച്വേറ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ബൈനറി ഓർ കണ്ടിന്യൂസ് ആക്ച്വേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ. അതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ, എവിടെയാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ് അല്ലെങ്കിൽ ഏത് വെർട്ടിക്കലിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ വി ക്യാൻ ക്ലാസിഫൈ ദാറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ടൈപ്പ് ഓഫ് എനർജി. അതായത് അതിൻ്റെ എനർജിയുടെ ടൈപ്പ് ഏതാണ് എന്നുള്ളതിൻ്റെ രീതിയിൽ വി ക്യാൻ ക്ലാസിഫൈ. ഇപ്പോൾ ദെയർ എനർജി ടൈപ്സ്, ഇതിൻ്റെ ബേസിസിൽ നമുക്ക് വി ക്യാൻ സേ ദെയർ ആർ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ദെയർ ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സ്, ദെർ ഇസ് ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ച്വേറ്റേഴ്സ്, then there is micro and nano actuators, then there is hydraulic actuators. ഇങ്ങനെയുള്ള പല രീതിയിൽ ബേസ്ഡ് ഓൺ എനർജി വി ക്യാൻ ക്ലാസിഫൈ ആക്ച്വേറ്റേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് മോഷൻ്റെ പേരിൽ നമുക്ക് ലീനിയർ ഓർ റൊട്ടേറ്ററി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പവറിൻ്റെ ബേസിസ് നമുക്ക് ഹൈ, ലോ, മൈക്രോ എന്നുള്ള രീതി കണ്ടേ നമുക്ക് ബൈനറി ഓർ കണ്ടിന്യൂസ് നമ്പർ ഓഫ് സ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ ബേസിസ് ക്ലാസിഫൈ ചെയ്യാം. ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ്റെ ബേസിസ് ക്ലാസിഫൈ ചെയ്യാം. എനർജി, ടൈപ്പ് ഓഫ് എനർജിയുടെ പേരിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ സെൻസേഴ്സ് ഒരു സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും കൂടെ ചേർന്ന് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻ്റലിജൻറ്റ് സിസ്റ്റം ടുഗെദർ. ഓക്കെ, സോ ഇതാണ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. So in next module we will be talking about MEMS or micro electric mechanical systems.